എല്ലാവർക്കും നമസ്കാരം. അംബാകടാക്ഷം താന്ത്രിക് റിസർച്ച് ഫൗണ്ടേഷൻ്റെ ജ്യോതിഷ പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം. ശനിയുടെ വക്രസ്ഥിതിയിൽ മിഥുനക്കൂറുകാർക്ക് ഉണ്ടാകുന്ന ഫലമാണ് അവതരിപ്പിക്കുന്നത്. മകയിരത്തിൻ്റെ 3, 4 പാദങ്ങൾ, തിരുവാതിര നക്ഷത്രം, പുണർദത്തിൻ്റെ 1, 2, 3 പാദങ്ങളാണ് മിഥുനക്കൂറിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. മിഥുനക്കൂറിന് നിലവിലെ സ്ഥിതി കണ്ടകശനിയാണ്. നിങ്ങളുടെ 10ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി പൊതുവായി നിങ്ങളുടെ കർമ്മമേഖലയിൽ ആണ് തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. കർമ്മമേഖല എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലി മാത്രമല്ല, നമ്മുടെ എല്ലാവിധ പ്രവൃത്തികളും ആ ഭാവത്തിൽ പെടുന്നു. എന്നാൽ ശനിയുടെ ഈ വക്രസ്ഥിതി മിഥുനക്കൂറുകാർക്ക് വളരെ വലിയ നേട്ടങ്ങൾ കൊണ്ടുവരുന്നു. കാരണം മിഥുനക്കൂറുകാർക്ക് ശനി 9ാം ഭാവാധിപനും കൂടെയാണ്. ഭാവസ്ഥിതി കൊണ്ട് 9ാം ഭാവാധിപൻ 10ൽ നിൽക്കുന്നത് വളരെ ശ്രേഷ്ഠമായ ഒരു യോഗമാണ്. വിശേഷിച്ച് ഈ വക്രസ്ഥിതിയിൽ മിഥുനക്കൂറുകാർക്ക് തൊഴിൽപരമായി വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. കർമ്മഭാവത്തിന് ഉത്സാഹം, ഉന്മേഷം എന്നിവയും, തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടവർ, ഉന്നത അധികാരികൾ എന്നിവരുമായുള്ള ബന്ധം മെച്ചപ്പെടുന്നു. കൂടാതെ തൊഴിൽ സംബന്ധമായ അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായ രക്ഷപ്പെടൽ, അതുപോലെ തൊഴിലിൽ പ്രമോഷൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നവർക്ക് അതനുസരിച്ചിട്ടുള്ള ഫലങ്ങളുണ്ടാവുക, അകന്നിരിക്കുന്ന ദമ്പതികൾക്ക് കണ്ടുമുട്ടുവാനും സന്തോഷകരമായ ജീവിതം നയിക്കാനും ഇടവരുന്ന സമയം കൂടിയാണിത്. ശനിയുടെ ഈ വക്രസ്ഥിതി 100% നിങ്ങളുടെ തൊഴിൽ മേഖലയ്ക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മഭാവത്തിന് വലിയൊരു പുരോഗതി കൊണ്ടുവരുവാൻ സാധിക്കുന്നൊരു സമയമാണ്. ഉദ്യോഗാർത്ഥികൾ, നിലവിൽ തൊഴിൽ ചെയ്യുന്നവർ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവർ വേണ്ട വിധത്തിൽ ഈ സമയം പ്രയോജനപ്പെടുത്തിക്കൊള്ളുക. ശനിയുടെ 10ാം ഭാവത്തിലെ സ്ഥിതിയിൽ അതിൻ്റെ വക്രവുമായതിനാൽ നിങ്ങളുടെ അധ്വാനഭാരം കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ ഫലസിദ്ധിയും കൂടുന്നു. കൂടാതെ ഉറക്കക്കുറവ് അല്ലെങ്കിൽ സ്ലീപ്പിംഗ് ഇഷ്യൂസ് ഉള്ളവർക്ക് ആ ഒരവസ്ഥയ്ക്ക് ശമനം വരും. നിങ്ങൾ ഉപയോഗിക്കുന്ന ഔഷധങ്ങൾ ഫലിക്കുകയും രോഗമുക്തി നേടുകയും ചെയ്യും. വിദേശ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ യാത്ര കൊണ്ട് ലാഭമുണ്ടാവുക, അല്ലെങ്കിൽ മുടങ്ങിക്കിടക്കുന്ന വിദേശയാത്ര പുനരാരംഭിക്കാൻ കഴിയുക. കൂടാതെ നമ്മൾ പെൻഡിങ്ങിൽ വച്ചിരിക്കുന്ന ഏതെങ്കിലും ആസൂത്രണങ്ങൾ, ദീർഘകാലമായി ചെയ്യാൻ ആഗ്രഹിച്ച് മനസ്സിൽ കണ്ടുവച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്നിവയ്ക്കും ഇവ ആരംഭിക്കുന്നതിനും ഇത് വളരെ അനുയോജ്യമായ ഒരു സമയമാണ്. കൂടാതെ ഈ സമയം നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിൽ നിന്നും നേരിട്ട ബുദ്ധിമുട്ടുകൾ മാറുന്ന ഒരു സമയമാണ്. സത്യസന്ധരായിട്ടുള്ള ജോലിക്കാരെ കിട്ടുക, അല്ലെങ്കിൽ നിലവിലുള്ള തൊഴിലിടത്തിലെ ആളുകളുമായിട്ട് രമ്യതയിലാവുക തുടങ്ങിയ കാര്യങ്ങൾക്കും അനുയോജ്യമായ സമയമാണ്. പാർട്ട്ണർഷിപ്പിൽ പ്രവർത്തിക്കുന്ന ബിസിനസ്സുകൾക്ക് വളരെയധികം മെച്ചമുണ്ടാക്കാൻ കഴിയുന്നൊരു സമയമാണ്. പങ്കാളികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നീങ്ങി ഒത്തൊരുമയോടെ മുന്നോട്ട് പോകാനും വലിയ പദ്ധതികൾ ചെയ്യാനും ആരംഭിക്കാനും ഒക്കെ കഴിയുന്ന ഒരു സമയമാണിത്. അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങൾ, പിണക്കങ്ങൾ എന്നിവ ഒഴിവാക്കാനും രമ്യതയിലാവാനും ഒത്തുതീർപ്പ് ശ്രമങ്ങൾക്കും വളരെ അനുയോജ്യമായ സമയമാണ്. കൂടാതെ ഗൃഹം ഓടി പിടിപ്പിക്കുക, ഗൃഹം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് വാങ്ങാൻ കഴിയുന്ന സമയമാണ്. പുതിയ വാഹനം വാങ്ങുക, അല്ലെങ്കിൽ നിലവിലുള്ള വാഹനത്തിനെ കൂടുതൽ ഉപയോഗപ്രദവും കാര്യക്ഷമവുമാക്കുക, ഇതിനൊക്കെ അനുയോജ്യമായ സമയമാണ്. കൺസ്ട്രക്ഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, എഞ്ചിനീയർമാർ, ഇവർക്കെല്ലാം വളരെ അനുയോജ്യമായ സമയമാണ്. പുതിയ പദ്ധതികൾ നിങ്ങളെ തേടി വരും. വളരെ നല്ല രീതിയിൽ ഭാവനാത്മകമായി തന്നെ നിങ്ങൾക്ക് വീട് പണിയും മറ്റു കാര്യങ്ങളുമൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു സമയമാണ്. വിവാഹ ജീവിതം തുടങ്ങിയത് നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റിയ സമയമാണ്. വിവാഹത്തിന് വേണ്ടി ശ്രമിക്കുന്നവർ അല്ലെങ്കിൽ വിവാഹത്തിന് ആഗ്രഹിക്കുന്നവർ അതിന് വേണ്ടുന്ന കർമ്മങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തികൾ ചെയ്യാൻ ഉചിതമായ സമയമാണിത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന സാമ്പത്തിക സഹായം ലഭ്യമാകാനും ലോണിനോ ചിട്ടിക്കോ മറ്റ് സാമ്പത്തിക സഹായങ്ങൾക്കോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ അത് കിട്ടാൻ വളരെയധികം സാധ്യതയുള്ള സമയമാണ്. ഈ അവസരത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുക.
ദാമ്പത്യ ജീവിതത്തിൽ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക്, ആരോഗ്യപരമായോ മാനസികപരമായോ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് അതിനു വേണ്ടുന്ന പരിഹാരം നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയ പരിഹാരങ്ങൾ നടപ്പിലാക്കാൻ പറ്റുന്ന സമയമാണ്. ശനി ഈ അനുകൂലാവസ്ഥയിൽ നിൽക്കുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ കർമ്മത്തിന് ഫലപ്രാപ്തി ഉണ്ടാകും. കണ്ടകശനി 10ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അപ്രതീക്ഷിതമായ ചിലവുകൾ കൂട്ടുന്ന സമയമാണ്. എന്നാൽ ഈ വക്രസ്ഥിതി നിങ്ങൾക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ ജീവിതത്തെ സ്വാധീനിക്കുന്ന തരത്തിലേക്കുള്ള നന്മയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ സാമ്പത്തികമായ ചിലവുകൾ വന്നു ചേരുന്നതായിരിക്കും. വളരെ കാലങ്ങളായി യാത്രകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്, മനസ്സിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം വളരെ ഉചിതമായ സമയമാണ്. നിങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചാൽ ഈ സമയത്ത് നടപ്പിലാകുന്നതാണ്. കൂടാതെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. വളരെ കുഴപ്പം പിടിച്ച അല്ലെങ്കിൽ പല കാരണങ്ങളാൽ മുടങ്ങിക്കിടക്കുന്ന ബിസിനസ്സുകൾക്ക്, ഭൂമി സംബന്ധമായ ഇടപാടുകൾക്ക് പരിഹാരം കാണാൻ കഴിയുന്ന സമയമാണ്. അതിനുവേണ്ടി പ്രവർത്തിച്ചു കൊള്ളുക. തീർച്ചയായും ശനി നിങ്ങൾക്ക് അനുകൂലമായുള്ള ഫലം തരുന്നതാണ്. കലാപരമായ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് തുടങ്ങിവെച്ച പ്രോജക്റ്റുകൾ മുഴുവനാക്കി അതിൽ വിജയം കണ്ടെത്തുവാൻ കഴിയുന്ന സമയമാണ്. ദീർഘനാളായി നിങ്ങൾ തുടങ്ങിവെച്ച് അല്ലെങ്കിൽ പൂർത്തിയാക്കാൻ കഴിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ ശ്രദ്ധ ചെലുത്തുന്നത് ഈ സമയത്ത് വളരെയധികം നല്ലതായിരിക്കും. റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികൾ, മറ്റു കലാമേഖലകളിൽ പ്രവർത്തിപ്പിക്കുന്നവർ, ഇവർക്കെല്ലാം കൂടുതൽ മെച്ചപ്പെട്ട ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുന്ന സമയമാണ്. കൂടാതെ മിഥുനക്കൂറുകാർ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആരോഗ്യവും ഉന്മേഷവും ഉത്സാഹവും വർദ്ധിക്കുന്ന സമയമാണ്. ദീർഘകാലത്തേക്ക് അല്ലെങ്കിൽ ഈ ഒരു 4.5 മാസക്കാലം കഴിഞ്ഞ് വരുന്ന ഒരു അവസ്ഥയിൽ നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ഈ സമയത്ത് നല്ല രീതിയിലുള്ള മെഡിറ്റേഷൻ, യോഗ, വ്യായാമ മുറകൾ എന്നിവ അഭ്യസിച്ച് ചികിത്സകൾ ചെയ്ത് ശാരീരികമായിട്ടുള്ള പ്രവർത്തനങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്തി വച്ചുകൊള്ളുക. ഗ്രഹങ്ങളിൽ ഈശ്വരസ്ഥാനം കിട്ടിയ ഗ്രഹമാണ് ശനീശ്വരൻ. ശനീശ്വരൻ്റെ അനുഗ്രഹം നമ്മുടെ കർമ്മപുഷ്ടിയെ ഉണ്ടാക്കുന്നു. കൃത്യനിഷ്ഠയിൽ കർക്കശക്കാരനാണ് ശനി. അതുകൊണ്ട് തന്നെ ഗ്രഹങ്ങളിൽ വച്ച് ഏറ്റവും നല്ല ജീവിതത്തിൻ്റെ അധ്യാപകനും കൂടിയാണ് ശനീശ്വരൻ. ശനീശ്വരൻ്റെ അനുഗ്രഹം നിങ്ങളുടെ അധ്വാനഭാരത്തെ കൂട്ടുകയും ആ അധ്വാനഭാരം കൂടുന്നതിനനുസരിച്ചുള്ള ഫലത്തിൻ്റെ വ്യാപ്തി കൂട്ടുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ സമയത്തെ വളരെ ഉചിതമായ രീതിയിൽ ഉപയോഗിക്കുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വ്യക്തിപരമായ സംശയങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്മ ആശംസിക്കുന്നു. അംബാകടാക്ഷം ഭവതു.